ഷാഫി ആരെ കണ്ടാലും സമ്മാനിക്കുന്ന ഗിഫ്റ്റാണ് ചിരി. ഓർമ്മകളുമായി ജയസൂര്യ. സംവിധായകൻ ഷാഫിയുടെ ഓർമ്മകൾ പങ്കുവെച്ച് നടൻ ജയസൂര്യ. ഡിസംബർ 15-നാണ് ഷാഫിയെ ഒടുവിൽ കണ്ട് സംസാരിച്ചത്. പുതിയൊരു ചിത്രത്തെ കുറിച്ചാണ് അന്ന് സംസാരിച്ചത്. ഇത്ര പെട്ടെന്ന് ഈ ദുരന്ത വാർത്ത തന്നെ തേടി എത്തുമെന്ന് കരുതിയില്ല എന്ന് ജയസൂര്യ ഹൃദയവേദനയോടെ പറയുന്നു. സിനിമയിൽ എത്തുന്നതിന് മുൻപേ തുടങ്ങിയ ഷാഫിയുമായുള്ള സൗഹൃദത്തിന്റെ ഓർമ്മകൾ ജയസൂര്യ മനോരമ ഓൺലൈനോട് പങ്കുവച്ചു. ഞാനും ഷാഫിയും തമ്മിലുള്ള ബന്ധം സിനിമയിൽ വരുന്നതിന് മുൻപ് തുടങ്ങിയതാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനും ഷാഫിയും ഒരുമിച്ച് ബികോമിന് പഠിച്ചിരുന്നു. പ്രീ ഡിഗ്രി പഠനം കഴിഞ്ഞ് 10 വർഷത്തിന് ശേഷമാണ് ഷാഫി ബികോമിന് ജോയിൻ ചെയ്തത്. ഞങ്ങൾ ഒരുമിച്ച് ഒരു ക്ലാസ്സിലുണ്ടായിരുന്നു. അന്ന് അവൻ റാഫിയുടെ അനുജനാണ് എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ നല്ല സൗഹൃദത്തിലായി. അവൻ എന്നോട് പറഞ്ഞു, എടാ നിന്നെ വെച്ച് ആരെങ്കിലും സിനിമ ചെയ്താൽ ഞാനും നിന്നെ വെച്ച് സിനിമ ചെയ്തിരിക്കും. അതിനുശേഷം ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നു. പിന്നീടാണ് പുലിവാൽ കല്യാണം എന്ന സിനിമ വരുന്നത്. അതേ സമയത്ത് തന്നെ ചക്രം എന്ന സിനിമയും എനിക്ക് വരുന്നു. ലോഹി സാറിന്റെ ചക്രം കഴിഞ്ഞിട്ട് പുലിവാൽ കല്യാണം ചെയ്യാം എന്നതായിരുന്നു എന്റെ പ്ലാൻ. പക്ഷേ ചക്രം കുറച്ചേറെ നീണ്ടുപോയി. പുലിവാൽ കല്യാണം തുടങ്ങാനുള്ള ഡേറ്റ് എത്തുകയും ചെയ്തു. ഷാഫി എന്നോട് ചോദിച്ചു, എടാ എന്താ ചെയ്യുന്നത്, നമുക്ക് പടം ചെയ്തല്ലേ പറ്റൂ. അന്ന് പുലിവാൽ കല്യാണം എന്നായിരുന്നില്ല അതിന്റെ പേര്, ഹനുമാൻ ജംഗ്ഷൻ എന്നായിരുന്നു. പിന്നീടാണ് പുലിവാൽ കല്യാണം എന്ന് പേരിട്ടത്. ആ സമയത്ത് ഞാൻ അവനോട് പറഞ്ഞു, എടാ ഞാൻ നിനക്ക് തന്ന വാക്കാണ്, അത് ഞാൻ മാറ്റില്ല. ഞാൻ ചക്രം എന്ന സിനിമ വേണ്ടെന്ന് വെച്ചു. അങ്ങനെ പുലിവാൽ കല്യാണം സിനിമയിൽ ഞാൻ അഭിനയിച്ചു. എന്റെ സഹപാഠി എന്നതിലപ്പുറം സംവിധായകൻ ഷാഫിയെ ഞാൻ അടുത്തറിയുന്നത് ആ സിനിമയിലൂടെയാണ്. ഷാഫിയുടെയും എന്റെയും കുടുംബങ്ങൾ തമ്മിലും വളരെ നല്ല സൗഹൃദമാണ്. അതിനുശേഷമാണ് ചോക്ലേറ്റ് എന്ന സിനിമ സംഭവിച്ചത്. പിന്നെ 101 വെഡിങ്. അങ്ങനെ ഞങ്ങളുടെ സൗഹൃദം മുന്നോട്ട് പോയി. സിനിമകൾ തുടർച്ചയായി ചെയ്തില്ലെങ്കിലും അവൻ ഇടയ്ക്ക് വീട്ടിൽ വരും. ഞങ്ങൾ എവിടെയെങ്കിലും വെച്ച് ഒരുമിച്ച് കാണും. അങ്ങനെ ഞങ്ങളുടെ സൗഹൃദം ഇപ്പോഴും ദൃഢമായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഡിസംബർ 15-ാം തീയതി ഷാഫിയെ തൃശൂരിൽ വെച്ച് ഒരു വീട് പാലുകാച്ചൽ ചടങ്ങിൽ കണ്ടിരുന്നു. അന്ന് ഞങ്ങൾ ഒരുപാട് സംസാരിച്ചിരുന്നു. അവൻ എന്നോട് പറഞ്ഞു, എടാ ഒരു പരിപാടിയുണ്ട്, നമുക്ക് ചെയ്യാം. മിഥുൻ മാനുവലും ഒപ്പമുണ്ടായിരുന്നു. നമുക്ക് പടം ചെയ്യാം എന്നൊക്കെ പറഞ്ഞാണ് അവിടെ നിന്ന് പിരിയുന്നത്. അതായിരുന്നു അവസാനത്തെ കാഴ്ച. ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് പടം ചെയ്യും എന്നൊക്കെയുള്ള പ്രതീക്ഷയിലായിരുന്നു ഇരുന്നത്. പക്ഷേ ഇത്തരമൊരു ദുരന്ത വാർത്ത ഉടൻ തന്നെ കേൾക്കേണ്ടി വരുമെന്ന് അറിഞ്ഞില്ല. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് ഇപ്പോൾ നടന്നത്. ഷാഫി ആശുപത്രിയിലായ വിവരമറിഞ്ഞ് ഞാൻ ആശുപത്രിയിൽ പോയിരുന്നു. കുറെ മണിക്കൂറുകൾ ഞങ്ങൾ ഒരുപാട് പേർ അവിടെ ഇരുന്നു. ആശുപത്രിയിലെത്തിയ എല്ലാവരും മണിക്കൂറുകളോളം അവിടെ ഇരുന്നു. ആർക്കും പോകാൻ പോലും കഴിയാതെ അവിടെ കാത്തിരിക്കുകയായിരുന്നു. അത് അവനോടുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ട് തന്നെയാണ്. ഷാഫി ഒരുപാട് ഓർമ്മകൾ എല്ലാവർക്കും സമ്മാനിച്ചിട്ടുണ്ട്. ചിലർ സിനിമകളിലൂടെ മാത്രം നല്ല ഓർമ്മകൾ സമ്മാനിക്കുമ്പോൾ ഷാഫി ഒരു സുഹൃത്തെന്ന നിലയിലാണ് എല്ലാവർക്കും നല്ല ഓർമ്മകൾ സമ്മാനിച്ചിട്ടുള്ളത്. അവന്റെ ചിരിക്കാത്ത മുഖം ആർക്കും ഓർക്കാൻ പോലും കഴിയില്ല. അതാണ് ഷാഫി. സംസാരിച്ചു കഴിഞ്ഞാൽ ചിരിപ്പിക്കാതെ അവൻ വിടില്ല. അവൻ ഒരാൾക്ക് കൊടുക്കുന്ന സമ്മാനമാണ് ചിരി. എല്ലാവർക്കും വേണ്ടപ്പെട്ടവനാണ് ഷാഫി. ഷാഫിയെ കുറിച്ച് ഒരു മോശം കാര്യം ആർക്കും പറയാനുണ്ടാകില്ല. വെറുപ്പ് എന്ന കാര്യം അവന്റെ ജീവിതത്തിൽ ഇല്ല. സിനിമയിൽ ഉള്ളതുപോലെ തന്നെ ജീവിതത്തിൽ ഉടനീളം തമാശയുള്ള ആളാണ് ഷാഫി. ഷാഫി മാത്രമല്ല, ആ കുടുംബത്തിലെ എല്ലാവരും ചിരിപ്പിക്കുന്നവരാണ്. എന്തിനും തമാശ കണ്ടെത്തുന്നവരാണ് അവരെല്ലാം. സിദ്ദീഖിക്ക, റാഫി, ഷാഫി എല്ലാവരും അങ്ങനെ തന്നെയാണ്. എവിടെ വെച്ച് കണ്ടാലും ഒരു കൗണ്ടർ പറയാതെ പിരിയില്ല. തമാശ പറയാത്ത ഷാഫിയെ ആർക്കും പരിചയമുണ്ടാകില്ല. ആ ചിരി കുടുംബത്തിലെ ഒരാൾ ഇപ്പോൾ പോയി മറയുകയാണ്. സിദ്ദീഖിക്ക ആദ്യം തന്നെ പോയി. ഒരുപാട് അടുപ്പമുണ്ടായിരുന്നു ഷാഫിക്ക് സിദ്ദീഖിക്കയോട്. ഷാഫിക്ക് മനസ്സുകൊണ്ട് ഗുരുവാണ് സിദ്ദീഖിക്ക. റാഫി ജ്യേഷ്ഠനാണെങ്കിലും റാഫിയും ഗുരുതുല്യനാണ് ഷാഫിക്ക്. കോവിഡ് കാലത്ത് ഒരുമാതിരിപ്പെട്ട എല്ലാവരും കടുത്ത വിഷാദത്തിലേക്ക് പോയപ്പോൾ കുറച്ചുപേരെയെങ്കിലും ചിരിപ്പിച്ച ഒരാളാണ്. 2 കൺട്രീസ് എന്ന സിനിമ ഇന്നും പലരുടെയും വീട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. ആ സമയത്ത് എല്ലാവരും ഈ സിനിമ വീട്ടിലിട്ട് കണ്ടുകൊണ്ടിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പുലിവാൽ കല്യാണം എന്ന സിനിമയിൽ ഞാൻ നായകനായെങ്കിലും ഞാൻ എന്നും വിശ്വസിക്കുന്നത് സെലിൻ കുമാറാണ് അതിലെ നായകൻ എന്നാണ്. അത്രയേറെയാണ് ജനങ്ങൾ ആ കഥാപാത്രത്തെ ഇഷ്ടപ്പെട്ടത്. ആ രീതിയിലാണ് ഷാഫിയുടെ ക്രാഫ്റ്റ്. എല്ലാവർക്കും പ്രിയപ്പെട്ട സിനിമകൾ സമ്മാനിച്ച ആളാണ് ഷാഫി. ഷാഫി എന്ന വ്യക്തിയും സുഹൃത്തും സംവിധായകനും എന്റെ ഉള്ളിൽ മരിക്കുന്നില്ല. അദ്ദേഹം ചെയ്ത സിനിമകളിലൂടെ ഷാഫി നമ്മിലെല്ലാം എന്നും നിറഞ്ഞു നിൽക്കും. ഇനിയും അവൻ ബാക്കി വെച്ചുപോയ സിനിമകളിലൂടെ എല്ലാവരെയും ചിരിപ്പിച്ചുകൊണ്ടിരിക്കും. ജയസൂര്യ പറഞ്ഞു.